നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് 100-ലധികം രോഗികൾ. സർക്കാർ ജീവനക്കാർക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. മരുന്നുകളുടെ കുറിപ്പടി നൽകുന്നത് ബ്രാൻഡ് പേരുകൾക്ക് പകരം രാസനാമങ്ങളിൽ ആക്കുന്നത് കർശനമാക്കുന്നതിന് നിയമം കൊണ്ടുവരാൻ നീക്കം. കണ്ണൂർ മട്ടന്നൂരിൽ പ്രതിരോധ പ്രവർത്തനം തുടരുമ്പോഴും ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് 100-ലധികം രോഗികളാണ്. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലുള്ള ആശുപത്രിയിൽ പോലും മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മട്ടന്നൂരിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച ഏപ്രിൽ 11 മുതൽ ഇതുവരെയായി 102 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത്. നഗരത്തിലെയും പരിസരത്തെയും കടകളിലും മറ്റും ജോലി ചെയ്യുന്നവരാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയവരിൽ അധികവും. ഡെങ്കിപ്പനി ബാധ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നെങ്കിലും പനി നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വരെ നമുക്ക് 102 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയും ഇതിനടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ കണ്ണൂർ തലശ്ശേരിയായിട്ട് ഉള്ള മറ്റ് ഹോസ്പിറ്റലുകളും അഡ്മിറ്റായ എല്ലാ കൂടി നല്ല റിപ്പോർട്ടാണ് 102 കേസ്. ഇതിനിടെ മട്ടന്നൂരിലെ പ്രധാന സർക്കാർ ആശുപത്രിയിൽ മതിയായ സൗകര്യമില്ലാത്തത് രോഗികളെയും ഡോക്ടർമാരുൾപ്പെടെയുള്ള ജീവനക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. നിലവിൽ ആശുപത്രിയുടെ സൗകര്യം പരിമിതം തന്നെയാണ്. കാരണം ഈ IP വാർഡ് 1971 പണി കഴിച്ച് മുഴുവനും ജീർണിച്ച അവസ്ഥയിലുള്ളതാണ്. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം നാടായ മട്ടന്നൂരിലെ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മാലിന്യ സംസ്കരണത്തിലും ബോധവൽക്കരണത്തിലും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് കൊതുകുകൾ പെരുകുന്നതിനും ഡെങ്കിപ്പനി പടരുന്നതിനും വഴിവെച്ചത്. നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 4.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 5 ലക്ഷത്തോളം പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പദ്ധതി നടപ്പായാൽ അംഗീകൃത ആശുപത്രികളിൽ പണമടയ്ക്കാതെ തന്നെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ചികിത്സ ലഭ്യമാകും. ചികിത്സാ ചെലവും സർക്കാർ മുഖേന ഇൻഷുറൻസ് കമ്പനി ആശുപത്രികൾക്ക് നൽകും. നിലവിലുള്ള രോഗങ്ങളും ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്ന വിധത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. മൈഗ്രെയിൻ ആൻഡ് സ്ട്രോക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്ട്രോക്ക് വിഭാഗം തലവൻ വിവേക് നമ്പ്യാരാണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ഈ മൈഗ്രെയിൻ എന്നാൽ എന്താണ്? എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇത്? മൈഗ്രെയിൻ അഥവാ കൊടിഞ്ഞി എന്നറിയപ്പെടുന്ന ഒരു തലവേദന, ആ തലവേദന സർവ്വസാധാരണമായിട്ടുള്ളൊരു തലവേദനയാണ്. ഏതാണ്ട് നമ്മുടെ സമൂഹത്തിൽ ഏതാണ്ട് 20% ആൾക്കാർക്ക് ഈ തലവേദന ഉണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളിലത് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പം 4 സ്ത്രീകളിലുണ്ടെങ്കിൽ ഒരു പുരുഷനാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. മൈഗ്രെയിൻ അഥവാ കൊടിഞ്ഞി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള തലവേദനയാണ്. അത് വളരെ സീരിയസ് ആയ അസുഖമാണെന്ന് ചോദിച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമല്ല. എന്നാൽ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് മൈഗ്രെയിൻ ഏറ്റവും അധികം ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന, അതായത് ആൾക്കാർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖമാണ് മൈഗ്രെയിൻ. അതായത് ഈ തലവേദന വന്ന് ആൾക്കാർ ജോലിക്ക് പോകാതാവുന്നു, ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. എന്നാൽ അതൊരു വളരെ മാരകമായ അസുഖമല്ലതാണ്. ആ അത്തരത്തിലുള്ള തലവേദനയാണ് മൈഗ്രെയിൻ. പല തരത്തിലുള്ള തലവേദനകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും എത്ര തരം തലവേദനകളാണ് ഉള്ളതെന്ന് വിശദീകരിക്കാമോ? തലവേദന എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. ഈ തലവേദനയ്ക്ക് നമുക്ക് പ്രധാനമായിട്ട് ഇതിനെ 2 തരത്തിലാണ് നമ്മൾ തലവേദനയെക്കുറിച്ച് പറയുന്നത്. അതായത് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയും. അതായത് തലയുടേതായ ഈ അനാട്ടമിക്കലി അല്ലെങ്കിൽ അതിന് ഘടനാപരമായ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്കുണ്ടാകുന്ന തലവേദന, അതിനാണ് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത്. പ്രാഥമികമായിട്ട് തലവേദന മാത്രമാണ്. അത് വേറെ എന്തെങ്കിലും മാരകമായിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ ലക്ഷണമേ അല്ല. അത്തരം തലവേദനകളാണ് നമ്മൾ പ്രാഥമിക തലവേദന, അതായത് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത്. ആ തലവേദനയിൽ നമുക്ക് ഉൾപ്പെടുന്നതാണ് മൈഗ്രെയിൻ, ടെൻഷൻ ഹെഡേക്ക്, മറ്റ് പലതരത്തിലുള്ള ഹെഡേക്ക്. അതിൽ ഹെഡേക്ക് മാത്രമേ
ലക്ഷണമായിട്ടുണ്ടാവുകയുള്ളൂ. അതേസമയം തലവേദന ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് തലവേദന ഉണ്ടാകും. അതായത് ഉദാഹരണമായിട്ട് നമുക്ക് പനി വന്നിരിക്കട്ടെ, വൈറൽ പനി വന്നെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാവും. നമ്മൾ പല്ലിന് കേടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവും. അതുപോലെ നമ്മൾ തലച്ചോറിലേക്ക് രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തലവേദന ഉണ്ടാവും. അപ്പം ഇത്തരം മറ്റ് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന, അതായത് ശരീരത്തിലോ ദേഹത്ത് എവിടെയെങ്കിലോ അല്ലെങ്കിൽ തലച്ചോറിൽ മാത്രമോ ഉണ്ടാകുന്ന ഘടനാപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന തലവേദനയാണ് നമ്മൾ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഹെഡേക്ക് വന്നിട്ട് ഒരാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ അയാൾക്കൊരു അംഗവൈകല്യം വരികയോ ഒന്നും ചെയ്യില്ല. പ്രൈമറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഈ തലവേദന വരുന്നു പോകുന്നു, അല്ലെങ്കിൽ തലവേദനയായിട്ട് നിൽക്കുന്നു, പക്ഷേ വേറെ യാതൊരു കാരണങ്ങളും നാശങ്ങളും നമുക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ സെക്കൻഡറി ഹെഡേക്കിൽ നമുക്ക് വേറെ കാരണങ്ങളുടെ ലക്ഷണമായിട്ടാണ് നമുക്ക് ഈ തലവേദന ഉണ്ടാകുന്നത്. അപ്പം ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ഈ തലവേദനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അവബോധം ഉണ്ടാകേണ്ടതിൻ്റെ ഒരാവശ്യം. കാരണം മൈഗ്രെയിൻ തലവേദന, കൊടിഞ്ഞി തലവേദന പലർക്കും ഉള്ളതാണ്. ഒരുപാട് 5-ൽ-1 തലവേദന ഉണ്ടല്ലോ ഇത്തരം. ഈ തലവേദനയിൽ നിന്നും മറ്റ് തലവേദനകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് വേണ്ട പരിശോധനകൾ നടത്തണം. അതാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം ചെയ്യാനുള്ള കാരണം. ഡോക്ടർ, ഈ മൈഗ്രെയിൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കാമോ? അപ്പോൾ മൈഗ്രെയിൻ എങ്ങനെ ഉണ്ടാകുന്നു പലരും സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. ഡോക്ടർ, ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു? അപ്പോൾ ഞാൻ സാധാരണ പറയുന്നൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അലർജിയോട് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം. ഇപ്പോൾ ഉദാഹരണമായി ഞാനിപ്പം ഒരാൾ ഒരു രാത്രി മുഴുവൻ ഉറക്കമളച്ചു, പിറ്റേന്ന് അയാൾക്ക് ഭയങ്കര തലവേദന. അതേസമയം വേറെ ആൾ ഉറക്കമളച്ചു, അയാൾക്ക് തലവേദനയില്ല. അപ്പം അതുപോലെ ഒരാളൊരു പൊടിയുള്ള സ്ഥലത്തൂടെ നടന്നുപോയി, അപ്പം അയാൾക്ക് ഭയങ്കര ചുമയും പിന്നീട് ഭയങ്കര ശ്വാസം മുട്ട് പോലെ ഉണ്ടായി. പക്ഷേ വേറൊരാൾ അയാളെ കൂടെ നടക്കുന്ന ആൾക്ക് അതുണ്ടായില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചില ആൾക്കാർക്ക് ഭയങ്കര വയറ്റിളക്കവും വയറിന് സ്തംഭനം ഉണ്ടാകുന്നു. അപ്പോൾ അത് ഗട്ടിൻ്റെ അലർജി. അപ്പോൾ ഇത് ശ്വാസകോശത്തിൻ്റെ അലർജി. അതേപോലെ തലയോട്ടിയിലത്തെ നാഡികൾക്കുണ്ടാകുന്ന ഒരുതരം അലർജി കണ്ടീഷൻ, ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ തലച്ചോറ് നേരിടുമ്പോൾ ആ തലച്ചോറുണ്ടാകുന്ന ഒരു അലർജി പോലെയുള്ള ലക്ഷണമായിട്ട് വേണം നമുക്ക് മൈഗ്രെയിനെ വളരെ ലളിതമായി പറയാൻ. അതിനൊരുപാട് കോംപ്ലിക്കേഷൻസുകൾ, പല കെമിക്കലുകളും പല നാഡീവ്യൂഹങ്ങളുടെയും ഇതൊക്കെ ഉണ്ടെങ്കിലും ലളിതമായി പറയുകയാണെങ്കിൽ നമുക്ക് തലച്ചോറിൻ്റെ ഒരു അലർജി ആയിട്ട് വേണം എടുക്കാൻ. കാരണം വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം മൈഗ്രെയിൻ ഉണ്ടാവാൻ നമുക്ക് പല കാരണങ്ങളുണ്ട്. മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിയോട് ചോദിച്ചാൽ അറിയാം. ഒരുപാട് ഒച്ചയും ഇടയുള്ള സ്ഥലത്ത് പോയി കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ വരും. ചില ആൾക്കാർക്ക് ചൈനീസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരും. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങൾ ചില ആൾക്കാരുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ചില പ്രത്യേക ഉദ്ദീപനങ്ങളും ചില ആവേഗങ്ങളൊക്കെ ആണ് ഈ മൈഗ്രെയിന് കാരണമാകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഉൾപ്പെടുന്ന നാഡീവ്യൂഹങ്ങൾ നമ്മുടെ 5ാമത്തെ ശിരോനാഡിയുണ്ട്, ട്രൈജമിനൽ എന്ന് പറയും. ട്രൈജമിനൽ നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ തലയോട്ടിയിലെ രക്തക്കോളുകൾക്ക് നെർവ് സപ്ലൈ അതിനുള്ള നെർവ് സപ്ലൈ കൊടുക്കുന്ന നാഡികളാണ് 5ാമത്തെ ശിരോനാഡി, ട്രൈജമിനൽ സിസ്റ്റം, ട്രൈജമിനോ വാസ്കുലർ സിസ്റ്റം എന്ന് പറയും. ഈ ട്രൈജമിനോ വാസ്കുലർ സിസ്റ്റത്തിലുണ്ടാകുന്ന നെർവുകളുടെ ചില കെമിക്കൽസിൻ്റെ ഓവർപ്ലേ അണ്ടർപ്ലേ കൊണ്ടാണ് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. കാരണം മിക്കവാറും ആൾക്കാർക്ക് മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ തലയോട്ടിയിലെ രക്തക്കുഴലുകൾ ഇങ്ങനെ വിങ്ങുന്ന പോലെയുള്ള, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ അടിക്കുന്ന പോലെയുള്ള തലവേദന പലപ്പോഴും നമുക്ക് തോന്നും. ചിലപ്പോൾ നമുക്ക് കണ്ണ് ഇരുട്ടിയ മാതിരി തോന്നും, ചിലപ്പോൾ നമുക്ക് കണ്ണിൽ നക്ഷത്രങ്ങൾ വരുന്ന മാതിരി തോന്നും. ഇതൊക്കെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന ഇമ്പൾസസിൻ്റെ വ്യത്യാസം കൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. കാരണം അപ്പോൾ ഈ മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ തലയോട്ടിയിലേക്ക് ഉള്ള രക്തക്കുഴലുകളുടെ നെർവ് സപ്ലൈയിലുണ്ടാകുന്ന കെമിക്കൽ ഇംബാലൻസ് കൊണ്ടാണ്. അപ്പോൾ അത് കാരണമാണ് പല രീതിയിലുള്ള കെമിക്കൽസ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പം അജിനോമോട്ടോ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും, ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ വരും. ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന നെർവ്സിലുണ്ടാകുന്ന കെമിക്കൽ ബാലൻസ് കൊണ്ട് ആ തലച്ചോറിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം വളരെയധികം ഇമോഷണൽ, നമുക്ക് വൈകാരികമായിട്ട് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം മൈഗ്രെയിൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ തലയോട്ടിയിലെ രക്തക്കൊള്ളുകളിലുള്ള നെർവുകളിലെ കെമിക്കലിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു. അതുമൂലം തലയോട്ടിയിലെ രക്തക്കൊള്ളുകൾ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു.
അതിനനുസൃതമായി നമുക്ക് പല വേദനയുണ്ടാകുന്നു. വേദനയ്ക്ക് മുന്നോടിയായിട്ടുണ്ടാകുന്ന ഓറ എന്നറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ തലവേദന വരുന്നതിന് മുമ്പ് കണ്ണിൽ കാഴ്ച മങ്ങുന്നു. അതൊരു ഓറയാണ്. ഓറ എന്ന് പറഞ്ഞാൽ മൈഗ്രെയിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന അവസ്ഥ. അപ്പം ഈ രീതിയിലാണ് മൈഗ്രെയിനിൻ്റെ ഒരു ഉത്ഭവവും അത് തുറന്നുള്ള അതിൻ്റെ ഒരു ബാക്കിയുള്ള മാനിഫെസ്റ്റേഷൻസും ഉണ്ടാവുന്നത്. അപ്പോൾ മൈഗ്രെയിൻ ഓറ ഇല്ലാതെയും ഉണ്ടായിട്ടും നമുക്ക് അത് അനുഭവപ്പെടാവുന്നതാണ്. ഡോക്ടർ ദയവായി തുടരുക. ഒരിടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. ഡോക്ടർ, ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ മൈഗ്രെയിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മൈഗ്രെയിൻ അല്ലെങ്കിൽ കൊടിഞ്ഞി എന്നറിയപ്പെടുന്ന തലവേദനയുടെ പ്രധാന ലക്ഷണങ്ങൾ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന തലവേദന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മൈഗ്രെയിൻ തലവേദനയുടെ തലവേദന തലയോട്ടിയുടെ ഒരു വശത്ത് ഒരു തവണ വരികയാണെങ്കിൽ മറുവശത്ത് അടുത്ത തവണ വരുമ്പോൾ അത് മറുവശത്തായിരിക്കും. അങ്ങനെ സൈഡ് മാറി മാറി വരുന്നൊരു തലവേദനയാണ് മൈഗ്രെയിൻ. പിന്നെ അതുകൂടാതെ ഒരു 30% ആൾക്കാർക്ക് ഈ തലവേദന വരുന്നതിന് മുമ്പേ നമുക്കൊരു പ്രിമോണിഷൻ എന്ന് പറയും, നമുക്കൊരു തോന്നലുണ്ടാവും. അതായത് നമുക്ക് വല്ലാത്തൊരു ക്ഷീണം വരുന്നു, എനിക്ക് ഇന്ന് മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ ആ രോഗിക്ക് പലപ്പോഴും ഉണ്ടാവും. ഇന്ന് എന്തോ ഒരു സ്ട്രെയിൻ തോന്നുന്നുണ്ട്. അതായത് തലയിലൊക്കെ ഒരു വല്ലായ്മ, തലയ്ക്കൊരു ഭാരം പോലെ തോന്നുക, ഒരു കൂടുതൽ വിശപ്പ് തോന്നുക, കൂടുതൽ ചിലപ്പോൾ വിശപ്പില്ലായ്മയാവാം, ചിലപ്പോൾ വയർ അപ്സെറ്റ് ആവാം, ചിലപ്പോൾ ഗ്യാസ് വരുന്ന പോലെയൊക്കെ ഉണ്ടാവാം. അതൊരു ചെറിയൊരു മൈഗ്രെയിൻ നമ്മളെ ബോഡിയിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളാണ്. അതിനുശേഷം ചില ആൾക്കാർക്ക് ഇത് ഒരു ഓറ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക്, ഓറ എന്ന് പറഞ്ഞാൽ ഒരു തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തോട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചില നക്ഷത്രം പോലെ കാണുക. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കാഴ്ച ഒന്ന് മങ്ങിയിട്ട് അതിൽ ഒരു വെള്ള കുത്തുപോലെയുള്ള ലൈറ്റ് ഇങ്ങനെ സിൻഡിലേറ്റിംഗ് സ്കോട്ടോമ എന്ന് പറയും. അതൊക്കെ ഇങ്ങനെ ഒരു ലൈറ്റുകൾ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി പോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ തോന്നാം. അതൊരു 10-20 മിനിറ്റ് മാത്രമേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന തുടങ്ങുകയായി. തലവേദന ഈ പറയുന്ന പോലെ ത്രോബിങ് ഹെഡേക്കാണ്, നല്ല പൾസൈറ്റിംഗ് ഹെഡ്, നല്ല വിങ്ങുന്ന തലവേദന. അത് വന്ന് അത് കൂടി വരികയും ചില ആൾക്കാർക്ക് വളരെയധികം ഛർദ്ദിക്കുന്നു, ചില ആൾക്കാർക്ക് ഓക്കാനം പോലെ വരുന്നു. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ മരുന്ന് കഴിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുകയോ ഉറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറുന്നു. ഇങ്ങനെയാണ് ഒരു ക്ലാസിക് ആയിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. ക്ലാസിക് മൈഗ്രെയിൻ എന്ന് പറയും. അപ്പോൾ അതിൽ നമുക്ക് മൈഗ്രെയിൻ്റെ പ്രീമോണിഷൻ ഉണ്ടാവും, അതായത് മൈഗ്രെയിൻ വരാൻ പോകുന്നുള്ള തോന്നലുണ്ടാവും, മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടാവും, പിന്നെ തലവേദന ഉണ്ടാവും. അതാണ് ഒരു ക്ലാസിക് മൈഗ്രെയിൻ. അതാണ് അത് ഒരുപാട് പേർക്ക് കാണുന്നതാണ്. എങ്കിൽ തന്നെയും സാധാരണ ഭൂരിഭാഗം ആൾക്കാർക്ക് കാണുന്നത് കോമൺ മൈഗ്രെയിനാണ്. കോമൺ മൈഗ്രെയിന് ഇത്തരം 3 അവസ്ഥകളൊന്നും അത്ര വ്യക്തമായി രോഗിക്ക് അനുഭവപ്പെടുന്നില്ല. അതിൽ തലവേദന വരാൻ പോകുന്ന പോലെ തോന്നുന്നു, രോഗിക്ക് നല്ല തലവേദന വരുന്നു. പിന്നെ ഈ തലവേദന മെല്ലെ കുറഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാരസെറ്റമോൾ ഗുളിക കഴിക്കുമ്പോൾ മാറുന്നു. പിന്നെ ഈ തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലുള്ള മറ്റു പ്രധാന കാര്യം ഭയങ്കര ദേഷ്യം, വെളിച്ചം, ഒച്ച ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. മാത്രമല്ല ചില സ്ത്രീകളൊക്കെ നമ്മൾ മൈഗ്രെയിൻ രോഗികൾ വന്നിട്ട് പറയും, എന്തൊരു കലി കയറുന്ന പോലെ തോന്നും. കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും, വീട്ടമ്മമാർക്ക് ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്, വീട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം, ഇറിറ്റബിലിറ്റി, അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാം. കാരണം അവർക്ക് ഈ തലച്ചോറിൻ്റെ ഈ ഇറിറ്റേഷൻ കൊണ്ട് അവർക്ക് ഈ ഒച്ച കേൾക്കുന്നതോ കുട്ടികൾ ബഹളം വയ്ക്കുന്നതോ ഒന്നും ഇഷ്ടാവില്ല. അവർക്ക് സ്വൈര്യമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അത് മെല്ലെ അത് കുറഞ്ഞ് വരുന്നു. ഇതാണ് ക്ലാസിക്കായിട്ട് കാണുന്ന, കോമൺ ആയിട്ട് കാണുന്ന മൈഗ്രെയിൻ, കോമൺ മൈഗ്രെയിൻ. ക്ലാസിക് മൈഗ്രെയിനിൽ നമ്മൾ പറഞ്ഞ ഓറ ഉണ്ടാവും. അല്ലാതെ വേറെ ഒരുപാട് തരത്തിലുള്ള മൈഗ്രെയിൻ വരാം. അതായത് ചില ആൾക്കാർക്ക്, ഇപ്പോൾ ചെറുപ്പക്കാരുടെ പെട്ടെന്ന് ഒരു വശം കുഴഞ്ഞു പോകുന്ന പോലെ വരും. അപ്പോൾ അത് അവർ സ്ട്രോക്കാണെന്ന് വിചാരിക്കും. പക്ഷേ അവർക്ക് അത് കഴിഞ്ഞ ഉടനെ തലവേദനയും വരും. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ ചില ലക്ഷണങ്ങളുമായി മൈഗ്രെയിൻ വരാം. അവന് ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറയും. അത് പിറ്റേന്ന് പൂർണ്ണമായിട്ടും നോർമലാവുന്നു. അത് ചിലപ്പോൾ നമ്മൾ സ്ട്രോക്കായിട്ട് ചിലപ്പോൾ ട്രീറ്റ് ചെയ്തെന്ന് ഇരിക്കാം. കാരണം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖമാണല്ലോ. ഇവർക്ക് ഈ സ്ട്രോക്ക് പോലെയുള്ള മൈഗ്രെയിൻ വരുന്ന ആൾക്കാർക്ക് പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, എല്ലാ തവണയും തലവേദന ഉണ്ടാവും. അപ്പോൾ ഇത് മൈഗ്രെയിനാണെന്ന് മനസ്സിലാവും. ഇതുകൂടാതെ മൈഗ്രെയിൻ്റെ മറ്റു ചില ലക്ഷണങ്ങളായിട്ട് വരുന്ന ഒരു കണ്ണിൻ്റെ കുറേ നേരത്തെ കാഴ്ച പോവാം, അത് മാത്രമായിട്ട് വരാം.
അപ്പോൾ മൈഗ്രെയിൻ തലവേദന ഇല്ലാതെ മൈഗ്രെയിൻ വരാം. അതിനെയാണ് മൈഗ്രെയിൻ ഓറ വിതൗട്ട് ഹെഡേക്ക്, അതായത് ഓറ മാത്രമായിട്ട് വരാം. അപ്പോൾ അത് വളരെ കൺഫ്യൂസിങ്ങാണ്. കാരണം മൈഗ്രെയിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ തലവേദനയുണ്ട്. പക്ഷേ ചില രോഗികൾ വെറും തലകറക്കം അല്ലെങ്കിൽ വെറും ഒരു തൽക്കാലത്തേക്ക് കണ്ണിൻ്റെ കാഴ്ച മങ്ങുക, അതൊക്കെ മൈഗ്രെയിൻ്റെ ഓറയാവാം. കാലക്രമേണ പിന്നീട് ഈ രോഗികൾക്ക് തനതായ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങും, തലവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ വിവിധ തരത്തിലുള്ള മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ കുട്ടികളിലും പലപ്പോഴും മൈഗ്രെയിൻ സാധാരണ തലവേദന ആയിട്ടല്ല വരിക. ചില ആൾക്കാർക്ക് സൈക്ലിക്കൽ വോമിറ്റിംഗ്, ചില സ്കൂൾ കുട്ടികളിൽ കാണുന്ന ഒരു ലക്ഷണം വെച്ചാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഛർദ്ദിച്ച് അവർ തിരിച്ചു വരുന്നു. നമ്മളെല്ലാം അപ്പൻഡിക്സ് ആണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വയറിന് അസുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ഹെഡേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ആ റെസ്റ്റ് കഴിഞ്ഞാൽ ആ ഛർദ്ദി പോകുന്നു. ഇതിനെ സൈക്ലിക്കൽ വോമിറ്റിംഗ് എന്ന് പറയും. ചിലപ്പം അബ്ഡോമൻ വയറ് വേദനയായിട്ട് തന്നെ മൈഗ്രെയിൻ വരാം. അപ്പോൾ കൊച്ചു കുട്ടികളിൽ മൈഗ്രെയിൻ വരുന്നതിന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം പലതരത്തിൽ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവാം. ഡോക്ടറെ, ചില ഗുരുതര കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ തലവേദനയും ഈ മൈഗ്രെയിൻ തലവേദനയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സ്വാഭാവികമായും നമുക്കുണ്ടാകുന്നൊരു പ്രധാന പ്രശ്നം മൈഗ്രെയിൻ തലവേദനയുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം ആൾക്കാരിൽ വേറൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാരണം കൊണ്ട് ഒരു സെക്കൻഡറി ഹെഡേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം, നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള തലവേദന അതുതന്നെയാണ് വരുന്നതെങ്കിൽ മറ്റൊരു കാരണത്തിനുള്ള സാധ്യത കുറവാണ്. അതേസമയം നമുക്ക് സാധാരണ രീതിയിൽ മൈഗ്രെയിൻ വരുന്ന ആ രീതിയിലല്ല ഈ തലവേദന. ഉദാഹരണമായി പൊടുന്നനെ ശക്തിയായ തലവേദന, അത് ജീവിതത്തിൽ ഏറ്റവും കഠിനമായിട്ട് അനുഭവപ്പെടുന്ന തലവേദനയായിട്ട് തോന്നുന്നു. അത് കൂടിക്കൂടി വരുന്നു. അത് കൂടിക്കൂടിയതിന് ശേഷം നമുക്ക് മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. സംസാരത്തിന് കൊഞ്ഞിപ്പുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വശം കുഴഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള തലവേദന. അപ്പോൾ ആ തലവേദന നേരത്തെ ഈ രോഗിക്ക് വന്നിരിക്കുന്ന മൈഗ്രെയിൻ തലവേദനയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒരു വശത്ത് മാത്രം അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് വരുന്നു അത്തരം തലവേദനകൾ. പിന്നെ ആ തലവേദനയുടെ രീതിയോ കാഠിന്യമോ കൂടുതൽ മാറ്റത്തോടെ വരികയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ടെസ്റ്റുകൾ, സ്കാൻ അടക്കമുള്ള ടെസ്റ്റുകൾ ചെയ്യണം. കാരണം മൈഗ്രെയിൻ ഉള്ള ഒരാളുടെ തലച്ചോറിൽ ബ്ലീഡിങ് വന്നാലും അയാൾക്ക് തലവേദന വരും. അപ്പോൾ അയാൾ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് വീട്ടിൽ മരുന്ന് കഴിച്ചിരിക്കുകയാണെങ്കിൽ അത് ചിലപ്പം ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ കാഠിന്യത്തിൽ നിന്ന് വളരെ കൂടിയ രീതിയിൽ തലവേദന വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അത് മൈഗ്രെയിൻ അല്ല, അത് വേറെന്തോ ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോയി സ്കാനും ന്യൂറോളജിസ്റ്റിനെ കാണുകയും മറ്റ് ഒപ്പീനിയനുകൾ, മറ്റ് അഭിപ്രായങ്ങളും ഡോക്ടർമാരോടുള്ള പരിശോധനകൾ നടത്തേണ്ടതാണ്. ഒരു മൈഗ്രെയിൻ രോഗി ആദ്യമായിട്ട് ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ എന്തെല്ലാം ചികിത്സയാണ് കൊടുക്കുക? ആദ്യമായി മൈഗ്രെയിൻ രോഗം അല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദന അനുഭവപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ പല ആശങ്കകൾ കാണും. കാരണം അദ്ദേഹത്തിന് ഇതുവരെ തലവേദന വന്നിട്ടില്ല, ആദ്യമായിട്ട് തലവേദന വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വല്ല സീരിയസ് ആയിട്ടുള്ള അസുഖമാണോ, ബ്രെയിൻ ട്യൂമറാണോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ രോഗിയുടെ മനസ്സിൽ കാണും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ചെറുപ്പമാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഈ തലവേദന ഇടയ്ക്കിടയ്ക്ക് വന്ന് പൂർണ്ണമായിട്ടും ഭേദമാവുന്ന തലവേദനയാണോ, മാസത്തിലൊരിക്കൽ വന്നു പോകുന്നു, ഒരേ തരത്തിലുള്ള തലവേദനയാണ്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വരുന്നു എങ്കിൽ നമ്മളത് മൈഗ്രെയിൻ ആയിട്ട് വേണം എടുക്കാൻ. കാരണം സാരമായ ഗുരുതരമായ അസുഖങ്ങൾ തലച്ചോറിലും ബ്രെയിനിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തലവേദന സാധാരണഗതിയിൽ പ്രോഗ്രസീവ് ആയിരിക്കും, അതായത് കൂടിക്കൂടി വരികയും അതോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ട് വളരെ ക്ലാസിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ മൈഗ്രെയിൻ്റെ വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്കാനുകളും ഇൻവെസ്റ്റിഗേഷനും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ വളരെ കഠിനമായ തലവേദന ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഒരു സ്കാനും പരിശോധനകളും ചെയ്യുന്നതായിരിക്കും യുക്തി. കാരണം ചിലപ്പോൾ നമുക്കത് അറിയില്ല എന്തുകൊണ്ടാണ് അതുണ്ടായെന്ന്, ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങോ മറ്റാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം അതിനാൽ ഒരു മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ തവണ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. അതേസമയം ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത്, ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ്, അത് രോഗനിർണയം നടത്തി വേണമെങ്കിൽ CT സ്കാൻ ചെയ്യും. അത് ആ ഡോക്ടറിൻ്റെ
ഇതുപോലെ ഒരു എങ്ങനെയാണ് ആ ഡോക്ടർ രോഗനിർണയം നടത്തുന്നതനുസരിച്ച് CT സ്കാൻ ചെയ്യണമെങ്കിൽ ചെയ്യാതിരിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ എങ്കിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും CT സ്കാൻ ചെയ്യേണ്ടി വരും. കാരണം പെട്ടെന്ന് രാത്രി എഴുന്നേറ്റ് ഞെട്ടിയുള്ള തലവേദന, ഇടിവെട്ടുമാരിയുള്ള തലവേദന, തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, പെട്ടെന്ന് അതിശക്തമായ തലവേദന, രാത്രികളിൽ ഉറങ്ങാൻ പറ്റാത്ത തലവേദന, നമ്മൾ കുനിയുമ്പോഴോ ചുമക്കുമ്പോഴോ ഉണ്ടാകുന്ന കൂടുന്ന തലവേദന, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേണ്ട രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം. പിന്നെ ഒരു മൈഗ്രെയിൻ രോഗി പലതരത്തിലാണ്. ഒന്ന് മൈൽഡ് മൈഗ്രെയിൻ, അതായത് വളരെ ലഘുവായ മൈഗ്രെയിൻ. ഇത് പറഞ്ഞ പോലെ 2-3 മാസത്തിനിടയ്ക്ക് ഒരു തലവേദന വരുന്നു. അത്തരം രോഗികൾക്ക് വളരെയധികം തുടർച്ചയായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ആ സമയത്ത് ലഘുവായ രീതിയിലുള്ള അനാൽജസിക്സ്, അതായത് വേദന സംഹാരികൾ തന്നെ മതിയാവും. അതല്ലാതെ മാസത്തിൽ 2-3 തവണ വരിക, അത് മോഡറേറ്റ് മൈഗ്രെയിൻ. അത്തരം ആൾക്കാർക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും മറ്റും കാണും. കാരണം 1-2 ദിവസം മാസത്തിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. അത്തരം ആൾക്കാർ കുറച്ചുകൂടി അതിൻ്റെ ചികിത്സാ രീതികളിൽ ശ്രദ്ധിക്കണം. പിന്നെ സിവിയർ മൈഗ്രെയിൻ, അതായത് ആഴ്ചയിൽ 2-3 തവണ മൈഗ്രെയിൻ വരുന്നു, ഹെഡേക്ക് വരുന്നു, ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, കുട്ടികളെ നോക്കാനും പരിപാലിക്കാനും പറ്റുന്നില്ല, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും വേണ്ട രീതിയിലുള്ള ചികിത്സയും മരുന്നുകളും എടുക്കണം. ഈ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ്. കാരണം മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു തരം ശരീരം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ നിർത്തൂ, നിങ്ങൾ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നു, നിങ്ങൾ നിർത്തൂ എന്ന് പറയുകയാണ്. കാരണം മിക്കവാറും ആൾക്കാർക്ക് മൈഗ്രെയിൻ വരുന്നത് അവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റം കൊണ്ടാണ്. സ്ട്രെയിനുവസ് ജോബ്, വേണ്ട രീതിയിലുള്ള ഉറക്കം, വിശ്രമം, വ്യായാമം ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമുക്ക് സാധാരണ മൈഗ്രെയിൻ പിടിപെടുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം തെറാപ്പി, ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റം, വേണ്ട രീതിയിലുള്ള സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. വേണ്ട രീതിയിലുള്ള ഉറക്കം, വേണ്ട സമയത്തുള്ള വേണ്ട രീതിയിലുള്ള ഉറക്കം, കൃത്യമായ ഭക്ഷണം, വ്യായാമം, ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് മൈഗ്രെയിൻ നമുക്ക് തടയാൻ പറ്റും. പക്ഷേ ഇത് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പ്രായോഗിക ജീവിതത്തിൽ ഇതൊന്നും നടക്കണമെന്നില്ല. കാരണം കുട്ടികളുടെ അമ്മ രാവിലെ എഴുന്നേൽക്കേണ്ടി വരും, അവരെ സ്കൂളിൽ വിടേണ്ടി വരും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പം അത്തരം സാഹചര്യത്തിൽ നമ്മൾ മരുന്നുകൾ ആശ്രയിക്കേണ്ടി വരും. അപ്പം മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലാണ്. ഒന്ന്, നമുക്ക് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ചികിത്സ, അതിനാണ് നമ്മൾ അബോർട്ടീവ് ഓർ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്. ഒന്ന് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു മരുന്ന് കൊടുത്തത് മാറ്റുന്നു. അത് വല്ലപ്പോഴും മൈഗ്രെയിൻ വരുന്ന ആൾക്കാരിൽ. അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ 6 മാസം മുതൽ 1 വർഷം വരെ തുടർച്ചയായിട്ട് മൈഗ്രെയിൻ തടയാനുള്ള മരുന്നുകൾ കഴിക്കണം. അതിന് പ്രൊഫൈലാക്സിസ്, മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നു. അത്തരം മരുന്നുകൾ നമ്മൾ ക്ഷമാപൂർവം 6 മാസം മുതൽ 1 വർഷം വരെ കഴിച്ച് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതെ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ മരുന്നുകൾ കുറക്കാൻ പറ്റുള്ളൂ. പക്ഷേ സ്വാഭാവികം നമുക്ക് സംബന്ധിച്ചിടത്തോളം രോഗികളിൽ സാധാരണ കാണുന്ന ഒരു കാര്യം, രോഗികൾക്ക് നമ്മൾ മൈഗ്രെയിൻ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ 2 ആഴ്ച 3 ആഴ്ച മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷമയില്ലാതെ നിർത്തിയിട്ട് അവർ പോകുന്നു. കാരണം അവർ വിചാരിക്കുന്നത് ഈ മരുന്ന് കഴിച്ചോടുന്ന തന്നെ തലവേദന ഒരിക്കലും വരില്ല. അങ്ങനെയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ വരുന്നത് നമ്മുടെ ബ്രെയിനിലത്തെ നെർവ്സിലെ കെമിക്കൽ ഇംബാലൻസ് കൊണ്ടാണ്. അപ്പോൾ ആ കെമിക്കൽ ഇംബാലൻസ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ മരുന്നുകൾ തരുന്നത്. അത് സ്വാഭാവികമായിട്ടും മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് നമ്മൾ വേണ്ട സമയം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു രോഗശമനം കിട്ടുകയുള്ളൂ. അതിന് പകരം മിക്കവാറും ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് സാധാരണഗതിയിൽ ഈ അലോപ്പതിയിൽ മൈഗ്രെയിൻ ചികിത്സയില്ല, മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് പലരും മറ്റ് ചികിത്സാ രീതികളിലേക്ക് മാറുന്നു. പക്ഷേ ഇതൊക്കെ പൂർണ്ണമായും എനിക്ക് തോന്നുന്നു വേണ്ട രീതിയിലുള്ള ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഏത് മരുന്നാണ് കൊടുക്കുന്നത്, എന്തുകൊണ്ട് ഈ മരുന്ന് കൊടുക്കുന്നു എന്നീ വസ്തുക്കൾ രോഗികൾ മനസ്സിലാക്കി ക്ഷമയോടെ മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൈഗ്രെയിന് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും 90% മൈഗ്രെയിനുകൾ. അതിനാൽ അതിന് ചികിത്സ ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടുന്നതിലൊട്ടും കാര്യമില്ല. കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്ട്രോക്ക് വിഭാഗം തലവൻ വിവേക് നമ്പ്യാരാണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. വീണ്ടും ഇടവേള.
മരുന്നുകളുടെ കുറിപ്പടി നൽകുന്നത് ബ്രാൻഡ് പേരുകൾക്ക് പകരം രാസനാമങ്ങളിലാക്കുന്നത് കർശനമാക്കുന്നതിന് നിയമം കൊണ്ടുവരാൻ നീക്കം. നിയമം നിലവിൽ വരുന്നതിലൂടെ ഓരോ മരുന്നുകൾക്കും നിശ്ചിത കോഡുകളിൽ നിലവിൽ വരും. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, വിതരണക്കാർ, ചില്ലറ വ്യാപാരികൾ, ഡോക്ടർമാർ എന്നിവരെ ഉൾപ്പെടുത്തി വ്യാപാര ശൃംഖല ഉണ്ടാക്കുന്നതാണ് നിയമം. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് 100-ലധികം രോഗികൾ. സർക്കാർ ജീവനക്കാർക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. മരുന്ന് കുറിപ്പടി നൽകുന്നത് ബ്രാൻഡ് പേരുകൾക്ക് പകരം രാസനാമങ്ങളിലാക്കുന്നത് കർശനമാക്കുന്നതിന് നിയമം കൊണ്ടുവരാൻ നീക്കം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrutatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrutatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.